കല്യാണം കഴിക്കുന്നില്ലേ എന്ന് പതിവായി ചോദിച്ച് ശല്യം ചെയ്ത അയൽക്കാരനെ യുവാവ് തല്ലിക്കൊന്നു. ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയിലെ തബാനുലി മേഖലയിലാണ് സംഭവം. അവിവാഹിതനായ തന്നോട് അയൽക്കാരനായ അസ്ഗിം വിവാഹത്തെക്കുറിച്ച് പതിവായി ചോദിക്കുന്നത് പ്രകോപനം സൃഷ്ടിക്കുകയും ആക്രമണത്തിന് കാരണമായി എന്നുള്ളതുമാണ് പറയുന്നത്. 45 വയസ്സുകാരനായ പ്രതിയാണ് 60കാരനെ തല്ലിക്കൊന്നത്. എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തതെന്ന് അസ്ഗിം സ്ഥിരമായി സിരേഗറിനോട് ചോദിച്ചിരുന്നു. ഇതിന്റെ പകയിലാണ് പ്രതി അസ്ഗിമിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ അസ്ഗിൻ ഇറിയാൻഡോയെയാണ് അയൽക്കാരനായ പർലിൻ ദുംഗൻ സിരേഗൻ കൊലപ്പെടുത്തിയത്. എന്തായാലും സംഭവത്തിൽ സിരേഗനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്തയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വാർത്താ പ്രാധാന്യമോ അല്ലെങ്കിൽ പ്രചാരണമൊക്കെ ലഭിക്കുന്നുണ്ട്. കാരണം നിരവധി യുവാക്കൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിരന്തരമായി നേരിടുന്നവരാണ്. എന്ത് പറയണമെന്ന് അറിയാതെ മുറുമുറുപ്പോടെ പോകുന്നവരുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ ഈ വാർത്തകൾ പലർക്കും ടാഗ് ചെയ്ത് അയച്ചിട്ട് ഇനി ചോദിക്കുമോ അല്ലെങ്കിൽ ഇനി ചോദിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ രസകരമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വളരെ ചർച്ചയാകുന്നുണ്ട്. ജൂലൈ 29-നാണ് ഈ സംഭവം നടന്നതെന്നാണ് അവിടുത്തെ ഇന്തോനേഷ്യയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാത്രി 8 മണിയോടെ പ്രതിയായ സിരേഗർ അയൽക്കാരനായ അസ്ഗിമിന്റെ വീട്ടിൽ കയറി വടികൊണ്ട് ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സ്ഥിരമായി എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് ചോദിച്ച ചോദ്യമാണ് തനിക്ക് പ്രകോപനം ഉണ്ടാക്കിയെന്നുള്ളതാണ് പ്രതി പോലീസിനോട് പറയുന്നത്. ആക്രമിക്കാനെത്തിയ പ്രതിയെ കണ്ട് ഈ 60കാരൻ ഇറങ്ങി ഓടിയെങ്കിലും പിന്തുടർന്നെത്തി തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഈ 60കാരൻ മരണപ്പെടുകയായിരുന്നു. എന്തായാലും ഈ സംഭവം വളരെ ചിലർക്ക് രസകരമായൊക്കെ തോന്നാമെങ്കിലും ഒരു കൊലപാതക വാർത്ത ഒരിക്കലും അത് രസകരമായി ഒന്നും പറയാൻ പാടില്ല. എങ്കിൽ പോലും അതിൻ്റെ കാര്യം അതിലെന്തുകൊണ്ടാണ് കൊലപ്പെടുത്തിയെന്നുള്ളൊരു കാര്യം കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പല യുവാക്കളെയും സംബന്ധിച്ചോ അല്ലെങ്കിൽ യുവതികളെയൊക്കെ സംബന്ധിച്ചോ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പ്രൈവസിയിൽ കയറി ഇടപെടുന്നതിനെ ഉള്ള ഒരു പ്രതികരണമായി കൂടെ ഇത്തരത്തിലുള്ളൊരു കാര്യം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞോ എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയിലൊക്കെ കയറി അവരുടെ സ്വകാര്യ കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്നവർക്ക് കുട്ടികളുണ്ടോ, കല്യാണം കഴിഞ്ഞോ, പ്രവാസികളോടാണെങ്കിൽ ഇനി എന്ന് പോകും എന്നൊക്കെ ചോദിക്കുന്നവർ കുറച്ച് സൂക്ഷിച്ചാൽ നല്ലതാണ്. കൊലപാതകമൊന്നും നടന്നില്ലെങ്കിലും ഒരു അടിയെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്.